മിനിറ്റിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് ഗോതമ്പ് മാവ് വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ദോശയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 4 കപ്പ് അവിലെടുത്ത് 1 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇതും ചേർക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ചേർത്ത് കുറേശ്ശെ ഒന്ന് ലൂസാക്കി എടുക്കാം. മാവ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ആ പാത്രം കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ബൗളിലേക്ക് തന്നെ ചേർക്കാം. അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് അടച്ച് വെച്ചിട്ട് ദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കാം. 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 4 വെളുത്തുള്ളി, കുറേ കഷ്ണം ഇഞ്ചി, 1 സവോള, കുറച്ച് വേപ്പില, 2 പച്ചമുളക്. സവോള ഒന്ന് സോഫ്റ്റ് ആവട്ടെ. സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി, 4 കപ്പ് ചിരകിയ നാളികേരം, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പം തന്നെ ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. മിക്സ് തണുത്തതിന് ശേഷം ഫൈനായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ചട്നി അരച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കറിവേപ്പിലയും കടുകും ചുവന്ന മുളകും വറുത്തിടാം. ഇത് മാറ്റി വെച്ച് ദോശ റെഡിയാക്കാം. മാവിലേക്ക് കുറച്ച് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. 4 ടീസ്പൂൺ ചെറിയ ജീരകം. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ വെള്ളം ചേർക്കണില്ല, കറക്റ്റ് പാകമാണ്. പാനിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചേക്കണ മാവ് ഓരോ കയ്യിലൊഴിച്ച് ചുട്ടെടുക്കാം. മുൾഭാഗം കുറേശ്ശെ ആവുമ്പോൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചും റെഡിയാക്കി എടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം നല്ലോണം വേവിച്ചെടുക്കാം. ഒരു ദോശ റെഡിയായി. ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.